യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഈ ദിവസങ്ങളിൽ വായിക്കുന്നതായ വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യമാണല്ലോ. ആ വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചില ആത്മീയ ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ ആ വേദഭാഗം ഒന്നുകൂടെ വായിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയെക്കുറിച്ച് പറയുകയുണ്ടായി. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മളിൽ ആരംഭിച്ചതായ പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു നിത്യമായ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരായ നമ്മൾ ഓരോരുത്തരും കർത്താവ് യേശുക്രിസ്തുവിൽ ധൈര്യപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. പൊതുവെ ഞാൻ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം, പല ആളുകളും ഇന്ന് പിശാച് അവരെ ചതിക്കുന്നതായ അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അപ്പോസ്തലൻ പൗലോസ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ വാണിംഗ് നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. അതായത് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിലേക്കുള്ള ആ ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് താൻ സംശയിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിനർത്ഥം ഇന്ന് പിശാച് ശ്രമിക്കുന്നത് നമ്മെ ചതിക്കുവാൻ വേണ്ടിയാണ്. സർപ്പം എങ്ങനെയാണോ ഹവ്വായെ ചതിച്ചത്, വാസ്തവത്തിൽ നോക്കുക, ആദ്യ മാതാപിതാക്കളായ ആദമും ഹവ്വയും ആ ദൈവത്തിൻ്റെ ആ വലിയ സുരക്ഷയിൽ അവർ ഏദൻ തോട്ടത്തിലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സുരക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ദൈവം പറയുന്നതായ വചനങ്ങളെ പാലിക്കുക, അനുസരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ അവരിൽ നിക്ഷിപ്തമായിരുന്നു. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവം നമുക്ക് സുരക്ഷ നൽകുന്നുണ്ട്, ദൈവം നമ്മളെ നാം ആയിരിക്കേണ്ട സ്ഥലത്ത് ആക്കുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ കാത്തു സൂക്ഷിക്കുക, അനുസരിക്കുക, വചനം വിട്ട് അണുവിട വ്യത്യാസം വരാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവദാസന്മാരൊക്കെ വചനം പഠിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നത്, വചനം വിട്ട് നമ്മൾ പോകരുത്. അതേ മോശ യോശുവയോട് പറയുന്നതും അത് തന്നെയാണല്ലോ, നീ വചനം വിട്ട് സഞ്ചരിക്കരുത്, വചനം പറയുന്ന പോലെ തന്നെ ചെയ്യണം. മോശയുടെ അനുഭവത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം സംസാരിക്കുന്നതിൽ നിന്നും അല്പം വ്യതിചലിച്ച അനുഭവങ്ങൾ മോശക്കുണ്ടായപ്പോൾ അത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് കാരണമായി തീർന്നു എന്നുള്ളത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദൈവം മരുഭൂമിയിൽ വെച്ച് ജനം വെള്ളമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ പാറയെ അടിക്കുക. അപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. മോശ അപ്രകാരം ചെയ്തപ്പോൾ ആ ഒരു അനുഗ്രഹം അവന് പ്രാപിക്കാൻ സാധിച്ചു. വീണ്ടും ജനം വെള്ളമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ അതേപോലെ തന്നെ ഒരു പാറയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, മോശെ നീ ഈ പാറയോട് കൽപ്പിക്കുക. നോക്കൂ, എന്താണ് മോശ ചെയ്തത്? കൽപ്പിക്കുന്നതിന് പകരം ആദ്യത്തെ അനുഭവത്തിൽ അവൻ ആ പാറ അടിക്കുക. അതുകൊണ്ട് ദൈവം ക്രോധിച്ചു. വെള്ളം വന്നു എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ്. പക്ഷേ അവൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും വ്യത്യാസം വരുത്തി തനിക്ക് തോന്നിയതുപോലെ താൻ ചെയ്തു. ദൈവം നമ്മളോട് പറയുന്നതിനൊക്കെ വലിയ വലിയ കാരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവം നമ്മളോട് പല കാര്യങ്ങളും പറയുന്നത്. ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യുഗങ്ങളുടെ പാറ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അനുഗമിച്ചതായ പാറ എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവ് യേശുക്രിസ്തു എന്ന ആ ആത്മീക പാറയെക്കുറിച്ചാണ്. പാറയെ അടിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യമായ രക്ഷ, അത് സംഭവിക്കുന്നത് കർത്താവായി യേശുക്രിസ്തുവിനെ പിതാവായി ദൈവം നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഏൽപ്പിക്കുക വഴിയാണ്. നോക്കൂ, ആ ഒരു അടി സൂചിപ്പിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ തന്നെയാണ്. അതേ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, അവൻ നമുക്കായി ഒരിക്കലായി മരിച്ചു. അപ്പോൾ ആ അടി എന്ന് പറയുന്നത് ഒരു അടി മാത്രമാണ്. പിന്നീട് ഒരു അടിയെക്കുറിച്ച് കർത്താവ് പറയുന്നില്ല, മറിച്ച് ദൈവം മോശയോട് പറയുന്നത് നീ പാറയോട് കൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും അടിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവം തൻ്റെ ജനത്തോട് ദൃഷ്ടാന്തമായി പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കാരണം,
നമ്മൾ ദൈവവചനത്തെ അനുസരിക്കുക വഴിയാണ് ദൈവത്തിൻ്റെ തികവുള്ളതായ സംരക്ഷണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതെ, ആ ഏദൻ തോട്ടത്തിൽ വെച്ച്, അതായത് സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ കടന്നു വന്ന് ഹവ്വായെ ചതിച്ചു. എങ്ങനെ ചതിച്ചു? ദൈവത്തിൻ്റെ വചനത്തെ തെറ്റിക്കുക വഴി. ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞതായ ആ ഹവ്വ പിശാചിന്റെ പ്രലോഭനത്തിന് വഴങ്ങിക്കൊണ്ട് ആ പഴം പറിച്ച് ഭക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ ആ നിത്യമായ പദ്ധതിയിൽ നിന്നും മനുഷ്യൻ പുറത്തായി. അങ്ങനെ മനുഷ്യൻ പുറത്തായപ്പോൾ താൽക്കാലികമായി അവനെ ഉൾക്കൊള്ളുവാൻ വേണ്ടി ദൈവം ചില ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണതയുള്ളതല്ല എന്ന് ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആ നിത്യമായ പദ്ധതിയിൽ മനുഷ്യന്റെ ഈ വീഴ്ച മുന്നറിയുന്നതായ ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പ് നമുക്കുള്ള പരിഹാരം അവൻ ഒരുക്കിയിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നത്, ലോകസ്ഥാപനത്തിനു മുമ്പ് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്നേക്ക് 2000 വർഷം മുമ്പുള്ള ഒരു തീരുമാനമായിരുന്നില്ല യേശുക്രിസ്തുവിന്റെ ആ ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. മറിച്ച് ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിൽ അത് ദൈവം മുൻകൂട്ടി കരുതിയിരുന്നു എന്നുള്ളതാണ്. ഇതേപോലെ സമാനമായ ചില ചിന്തകൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിനെ യാഗമാക്കുവാൻ അബ്രഹാം കൊണ്ടുപോകുമ്പോൾ ദൈവം അവനോട് തൻ്റെ മകനെ ഹോമയാഗമായി അർപ്പിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ദൈവം മുൻകൂട്ടി ആ ആടിനെ കരുതിയിരുന്നു. അതായത് ഇസ്ഹാക്കിന് പകരമായി ബലിയാകാനുള്ള ആടിനെ ദൈവം കരുതിയിരുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ആ നിത്യമായ പദ്ധതിയിൽ നമുക്കുള്ള പ്രൊവിഷൻസ്, നമുക്കുള്ള കരുതലുകൾ എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്നെ സന്തോഷിപ്പിക്കുന്ന അനേക വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. നോക്കൂ, അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടോളുവേ. അവിടെ എല്ലാം തന്നെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതലുകൾ അത് ഇന്ന് ചെയ്യാൻ പോകുന്ന കരുതലുകളല്ല, അത് നാളെ ചെയ്യാൻ പോകുന്ന കരുതലുകളല്ല, മറിച്ച് നമ്മെക്കുറിച്ചുള്ള കരുതലുകൾ ലോക സ്ഥാപനത്തിന് മുമ്പ് ഉള്ളതാണെന്നുള്ള ആ വലിയ പ്രഖ്യാപനം, നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് നമുക്ക് അവിടെ എല്ലാം കാണാൻ കഴിയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതായത് ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം കരുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതും ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ആത്മീയമായി ദൈവം ആഗ്രഹിക്കുന്ന പോലെ, അതേ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആ വേദഭാഗം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അനുഭവിക്കുന്നതായ അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നതായ ഭൗതിക അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും വിലപിടിപ്പുള്ള അനുഗ്രഹം, ഏറ്റവും വിലപിടിപ്പുള്ള ദൈവത്തിന്റെ കരുതൽ, ദൈവം നമുക്ക് നൽകുന്ന സമ്മാനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചേ മതിയാവുകയുള്ളൂ. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വന്നേ മതിയാവുകയുള്ളൂ. പല ആളുകളും തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗ്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ചില ആളുകൾ പറയുന്നു ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഒരു 20 കോടി ബമ്പർ അടിച്ചവരോ അല്ലെങ്കിൽ 30 കോടി ബമ്പർ അടിച്ചവരോ എന്നൊക്കെയാണ്. പക്ഷെ അവരൊന്നും അല്ല ഭാഗ്യവാന്മാർ. ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു ഉള്ളിൽ വസിക്കുന്നതായ, അതേസമയം തന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതായ വ്യക്തികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ തങ്ങൾക്ക് ദാനമായി ദൈവം നൽകിയെന്നും ആ യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതും യേശുക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവരായി ജീവിക്കുന്നതായ ദൈവമക്കളാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ ഭാഗ്യവാനിൽ നിങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ ആ ഭാഗ്യ അനുഭവത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രധാനപ്പെട്ട സാരം, കർത്താവ് യേശുക്രിസ്തുവാണ് ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചില വാക്യങ്ങൾ വായിച്ച് അതിലൂടെ ചില ആത്മീയ സത്യങ്ങളൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതായത് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു കഴിഞ്ഞല്ല നമ്മൾ അവൻ്റെ സ്നേഹം അനുഭവിക്കുന്നത്. യേശുവിനെയോ അവൻ്റെ വചനത്തെയോ അറിയാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരാണ്. അത് തെളിയിക്കുന്ന അനേക വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. എങ്കിലും ഞാൻ അത്രത്തോളം പോകുവാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടും നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ആ ഒരു മേഖലയിലല്ലാത്തതുകൊണ്ടും ഞാൻ ആ ഭാഗം ഒന്ന് വിടുകയാണ്. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആ സ്നേഹം എന്താണ് എന്നുള്ളതാണ്.
കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച റോമലേഖനം 8-32 വാക്യത്തിൽ തൻ്റെ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അല്ലേ? അങ്ങനെയുള്ളവനായ കർത്താവ് അവനോടുകൂടെ, യേശുവിനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? അതായത് നമുക്ക് സകലവും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നമുക്ക് കരുതും. പക്ഷേ അവനോട് കൂടെ എന്നുള്ള അർത്ഥമാണുള്ളത്. അതായത് വിതൗട്ട് ക്രൈസ്റ്റ് നമുക്ക് ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവില്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ കഴിയത്തില്ല. ക്രിസ്തു ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാവുന്ന പോലെ ഒരു ജനറലായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നു. ഓക്കെ, അത് ശരിയാണ്. ദുഷ്ടന്മാരുടെ മേലും പാപികളുടെ മേലും ഒരേപോലെ മഞ്ഞും മഴയും പെയ്യ്ക്കുന്നു. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തതായ ആളുകൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചതായ ആളുകളിൽ ദൈവം എന്ത് വ്യത്യാസമാണ് വരുത്താൻ പോകുന്നത്? ആ വ്യത്യാസം എന്ന് പറയുന്നത് ദൈവം അവർക്ക് നൽകുന്ന ആത്മീകവും അതേപോലെ തന്നെ അവരുടെ ജീവനും ഭക്തിക്കും വേണ്ടതായ അനുഗ്രഹങ്ങളും നന്മകളുമാണ്. അതായത് ക്രിസ്തു ഉള്ള സന്തോഷത്തിൽ ജീവിക്കുന്ന ആളുകൾ തങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ ഭൗതിക കാര്യങ്ങളെക്കാളും ഒന്നാം സ്ഥാനം അവർ ആത്മീയമായ കാര്യങ്ങൾക്ക് കൊടുക്കും. നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഇന്ന് ആളുകൾ പൊതുവെ രാഷ്ട്രീയത്തിലേക്ക്, ഭൗമികമായ കാര്യത്തിലേക്ക് കൂടുതൽ ഊന്നാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? പണ്ട് ആത്മീയരെന്ന് അറിയപ്പെട്ട ആളുകൾ പോലും ഇന്ന് ഭൗതികമായ അല്ലെങ്കിൽ ലോകപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ കാരണം അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളതാണ്. സ്റ്റിൽ ഇപ്പോഴും ദൈവം അവരെ സ്നേഹിക്കുന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഒരു സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഞാൻ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ അടുത്ത ദിവസം ഈ ഒരു ഭാഗത്തെ തന്നെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എഫേസ്യ ലേഖനം 1-4-5 വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഞാൻ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിയായി ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള സന്തോഷത്തിലൂടെ ദൈവം നൽകുന്നതായ നന്മകളും അനുഗ്രഹങ്ങളും ഞാൻ അനുഭവിക്കുന്നതായ വ്യക്തിയാണോ? അതോ ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു മാറി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയണം. കർത്താവേ, അങ്ങില്ലാത്തതായ ഒരു ജീവിതം എനിക്ക് വേണ്ട. അങ്ങയോട് കൂടെയുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ എനിക്ക് തരണം എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ തന്നെ തുടർന്നുകൊണ്ട് ദൈവം ഒരുക്കുന്നതായ ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമാറാകട്ടെ. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസത്തെ വചന കേൾവി നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം ഇതിന് തുടർച്ചയായിട്ടുള്ള വേദഭാഗമാണ്. നമ്മൾ അധിക സമയമൊന്നും ഒരു ദിവസത്തെയും പ്രഭാത വചന ധ്യാനത്തിന് എടുക്കാറില്ല. കാരണം ആളുകളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കാനുള്ള സമയം എന്ന് പറയുന്നത് കേവലം 15-16 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മാക്സിമം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു, ലോകസ്ഥാപനത്തിനു മുമ്പ് അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ആ നിത്യമായ പദ്ധതിയിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അങ്ങയുടെ ആ നിത്യപദ്ധതിയിൽ ഉൾപ്പെട്ടവരായിരുന്നു എന്നുള്ള ആ വലിയ സത്യം ഗ്രഹിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദയവായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.